മൈക്ക് പിടിക്കൂ, പേര് പറയൂ. അനസ്മയ. അനസ്മയ. ഏതാണ് സ്കൂള്? മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ. എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്. മോളെ പേര് പറയൂ. ഏഞ്ചൽ. പറയൂ. ആരാധ്യ. മിത്രബിന്ദു. ശ്രേയ. നിള. ദേവനന്ദ. എല്ലാവരും പേര്. ടീച്ചറിന്റെ പേരെന്താണ് ഇത് പഠിപ്പിച്ചത്? സഞ്ജന. ടീച്ചർ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, റിലീസാകാൻ പോവാണ്. മോഹൻലാലിന്റെ കൂടെയാണ് അഭിനയിച്ചത്. ആ ടീച്ചർ ഒന്ന് വിളിക്കണല്ലോ നമുക്ക്. മിസ് ഒന്ന് വരൂ. മോഹൻലാലിന്റെ കൂടെ ഇപ്പൊ പുതിയ സിനിമയിൽ അഭിനയിച്ച ടീച്ചറാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. പടം റിലീസാകാൻ പോവുകയാണ്. മലയക്കോട്ടെ മാലിം എന്ന സിനിമയില് ഗംഭീര വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഈ ടീച്ചറാണ് ഈ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിരിക്കുന്നത്. പേര് പറയൂ. സഞ്ജന ചന്ദ്രൻ. എങ്ങനെയുണ്ടായിരുന്നു ആ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ഒരു എക്സ്പീരിയൻസ്? ഗംഭീര ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാനും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഫസ്റ്റ് മൂവിയാണ് മലയാളത്തില്. ഹിറ്റാവും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പ്രതീക്ഷിക്കേണ്ട ഹിറ്റാണ് പടം. ഇനി കാണികൾ കണ്ടിട്ടത് വിലയിരുത്തട്ടെ. 25-ാം തീയതിയാണ് റിലീസ്. എല്ലാരും പോയി കാണൂലേ? മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബൻ ഈ മാസം 25-ാം തീയതി റിലീസ് ചെയ്യും. അതിലൊരു പ്രധാന വേഷം ചെയ്യാൻ സാധിച്ചു. അത് എന്റെ കുട്ടികളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ വന്ന് വേദിയിൽ നിന്ന് പറയാനും സാധിച്ചു അല്ലേ? ലാലേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഭയങ്കര കോപ്പറേറ്റ് ആണ് എല്ലാവരുമായിട്ട് സെറ്റില്. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള അങ്കലാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഫിലിമില്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് തരാനും അഭിനയത്തിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ പറഞ്ഞു തരാനും കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടർ ആയിട്ടുള്ള ലിജോ ജോസ് പല്ലശ്ശേരി സാറും. അല്ല, എൽജയുടെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയാൻ ആളുകൾ കാത്തി നിൽക്കുകയാണ്, ക്യൂ നിൽക്കുകയാണ്. ഒരു ചാൻസ് ഒന്ന് പാസിംഗ് ഷോട്ടിന് വരെ കാട്ടുക എൽജയുടെ സിനിമയ്ക്ക് വേണ്ടി. തീർച്ചയായിട്ടും ആ ഫിലിം ഇറങ്ങുന്നതോടുകൂടി വലിയൊരു ചേഞ്ച് ലൈഫിലുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകട്ടെ. ലാലേട്ടനുമായിട്ട് ആദ്യത്തെ ഡയലോഗ് വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു? ലാലേട്ടനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് കാരണം എൻ്റെ ഒരു വലിയ ലൈൻ പാരഗ്രാഫ് ആയിരുന്നു. അത് പഠിച്ചിട്ട് ഞാൻ പോയത്. സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, അവിടെ എത്തിയപ്പോ സ്പോട്ടിൽ അവര് ചേഞ്ച് ചെയ്ത് കുറച്ച്. ഒരു 2 പാരഗ്രാഫ് ഉള്ളത് 3 പാരഗ്രാഫ് ആയി കൂട്ടി തന്നു. അപ്പൊ ആകെയുള്ള ഒരു ഫസ്റ്റ് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് മൂവി ചെയ്തു. അപ്പൻ ഫിലിമിന്റെ ഡയറക്ടർ ആയിട്ടുള്ള മജുവിന്റെ പടം പെരുമാനി, വിനയ് ഫോർട്ടിന്റെ. പക്ഷെ അത് ചെയ്തപ്പോഴത്തേക്കും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഭയങ്കര കംഫർട്ടായി. പെട്ടെന്ന് തന്നെ അങ്ങനെ അഭിനയം വാടി വീതാറായിരുന്നു. അല്ല, അപ്പൻ സിനിമയുടെ ഡയറക്ടർ മജു എന്ന് വെച്ചാൽ സൂപ്പർ ഹിറ്റ് സിനിമയാണ് അപ്പൻ. തീർച്ചയായിട്ടും ഹൈലൻസിയറിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. ഗംഭീര സിനിമയാണ്. ആ സിനിമയുടെ ഡയറക്ടർ മജു നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. വിനയ് ഫോർട്ടിന്റെ കൂടെ പാലക്കാടൊക്കെ ആയിരുന്നു ഷൂട്ട്. 2 മാസം ഉണ്ടായിരുന്നു. മലയക്കോട്ടെ വാലിബനിൽ എത്ര നാളുണ്ടായിരുന്നു അവിടെ ഷൂട്ടിംഗ്? 4 മാസം. 4 മാസം. ആ 4 മാസം അവിടെ തന്നെയായിരുന്നു. പല ലൊക്കേഷൻ ഉണ്ടായിരുന്നു അല്ലേ? രാജസ്ഥാനിലായിരുന്നു മെയിൻ ലൊക്കേഷൻ. ജയ്സൽമീറും പിന്നെ പൊക്രാനും. പിന്നെ ഒരു മാസം ചെന്നൈയിലുണ്ടായിരുന്നു. സ്റ്റുഡിയോയും പിന്നെ ഔട്ട്ഡോറും ആയിട്ട്. എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്? ആക്ച്വലി അത് കഴിഞ്ഞ ട്രാൻസ്ജെൻഡർ കലോത്സവത്തില് ദേവിയുടെ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ വിധികർത്താക്കൾ എനിക്ക് 2ാം സ്ഥാനമായിരുന്നു തന്നത്. അത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു, വിവാദമായിരുന്നു. അത് ഇന്റർവ്യൂ കൊടുത്ത ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഈ ഫിലിമിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് പൊതുവെ മൂവി ക്രേസ് ഉള്ള ഒരാളായിരുന്നില്ല, വല്ലപ്പോഴും ആ മൂവി കാണുന്നത് തന്നെ. അപ്പോൾ ലിജോ സാറെ പോലത്തെ ഒരു മൂവിയിലേക്ക് ഇങ്ങനെ ഒരു ക്ഷണം കിട്ടുമ്പോൾ അത് തട്ടിക്കളയണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അതെന്തോ ഒരു ഭാഗ്യം പോലെ ആ ഫിലിമിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന അപ്പം തന്നെ നെക്സ്റ്റ് മൂവിയും കിട്ടി. ആ വിധികർത്താവ് വന്ന് അങ്ങനെ സെക്കൻഡ് ആക്കിയില്ലെങ്കിൽ സിനിമയിലേക്ക് എത്തൂല്ലായിരുന്നു. തീർച്ചയായിട്ടും വിധികർത്താവിനോട് സ്നേഹമാണ്, അന്ന് ദേഷ്യം. അതെ, വളരെയധികം നന്ദിയും കടപ്പാടും ഉണ്ട്. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ വഴി അറിയിച്ചു. ഒപ്പം മലയക്കോട്ടെ വാലിബന്റെ സെറ്റ് നടക്കുമ്പോഴാണ് ഞാനിപ്പോൾ സെന്റ് തെരേസസ് വുമൻസ് കോളേജിൽ BA ഭരതനാട്യം 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷൻ നിന്നാണ് ഞാൻ കഴിഞ്ഞ MG കലോത്സവത്തിന് പങ്കെടുക്കാൻ വരുന്നത്. ഒരു പ്രാക്ടീസും ഇല്ലാതെ വന്നു, പങ്കെടുത്ത് പിറ്റേ ദിവസം തന്നെ പ്രൈസ് ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. അത് കലാത്തിലേക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് ഇവരെ കിട്ടി. ഇവർ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോട്ട് വഴി അപ്പീൽ വഴിയാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഒരുപാട് ജനങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇവരുടെയൊക്കെ അത്രയും ജനസാഗരത്തിന് മുമ്പിൽ ഒരു കുട്ടികളുടെ ഒരു ടീം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക, അത് ചിട്ടപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യം. സിനിമ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഡാൻസും. അപ്പോൾ എൻ്റെ
ആ ഒരു കഴിവ് ഇവരിലൂടെയെങ്കിലും എത്തിക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. ഇനിയും ഒത്തിരി സിനിമകൾ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ട്. ജനുവരി 25 തീയതിയാണ് ലാലേട്ടൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സിനിമയിൽ നല്ലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ ഉള്ളത്. ഈ സിനിമ കാണണം. ലാലേട്ടൻ്റെ നേര് സിനിമ സൂപ്പർ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് സെക്കൻഡ് സിനിമയും, അത് കൊല്ലം ജില്ലക്കാരനായ ഷുബു ബേബി ജോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്, ലിജോയുടെ സിനിമയാണ്. ആ സിനിമയും സൂപ്പർ വിജയമാകട്ടെ. രണ്ടാമത്തെ സിനിമയും വിനയ് ഫോർട്ടിനോട് കൂടെയുള്ള സിനിമയും വിജയമാകട്ടെ. ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യട്ടെ. ഒത്തിരി കുട്ടികൾക്ക് ഇനിയും ഡാൻസ് പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. താങ്ക് യു. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും. മ്യൂസിക് കൊടുത്തിരുന്നോ? മ്യൂസിക് റെഡിയാണോ? ഒന്ന് പ്ലേ ചെയ്ത് നോക്കണേ ആദ്യമേ. സൗണ്ട് ഉണ്ടോ നോക്കിയിട്ട് വേണം. ഇനി കുറച്ചോ. ഇനി ആദ്യം തൊട്ടിട്ടോ. ഓക്കെ. കഴിഞ്ഞായിരുന്നല്ലേ? അങ്ങനെയാണോ കഴിഞ്ഞു? ഒരു നല്ലൊരു ഗൈഡ് കൊടുക്കേ പ്ലീസ്. നന്നായിട്ട് കളിച്ചോട്ടോ. പറയാൻ വന്നാ ശരിക്കല്ലേ? നന്നായിട്ട് കളിച്ചു.
സന്തോഷമുണ്ടെന്ന് പറയാം. സന്തോഷമുണ്ട്. ഒരു കയ്യടി കൊടുക്കുക, കുട്ടികൾക്ക് കയ്യടി പോരാ, അതുകൊണ്ടല്ല അവർ അടിപൊളി കണ്ടോ. അപ്പം 10ാം ക്ലാസ് അല്ലേ എല്ലാവരും? 10, 9 10, 9 അല്ലേ ഉള്ളൂ. +1 +2 ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇനിയും അടിച്ചു പൊളിക്കാവുള്ളല്ലോ കലോത്സവത്തിന് അല്ലേ. ഇനി അടുത്ത വർഷവും പങ്കെടുക്കണം. നമ്മുടെ മാഷ് ചിലപ്പം സിനിമ നടിയായി പോയി കഴിഞ്ഞാൽ വരുമോ ഇനി? കുറെ സിനിമകൾ കിട്ടിക്കഴിഞ്ഞാൽ വരുമോ ഇനി? ഉറപ്പാണ്, ഒരു മാറ്റമില്ല. അപ്പൊ എന്തായാലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ മിടുക്കിയായ കുട്ടികൾക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തൽക്കാലം വിട പറയുന്നു. അടുത്ത കലോത്സവത്തിന് നമുക്ക് കാണാം, ഭാഗ്യമുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. Al Azhar Group of Institutions, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.